ഹായ് ഫ്രണ്ട്സ്, മോറൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ കൊറോണ കാലത്ത് കൊറോണയുടെ ഭീതി നമ്മളിൽ വളരെ അധികമായി ഈ കാലത്ത് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമ്മുടെ വാട്സപ്പിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കത് സത്യമാണോ അല്ലയോ എന്നറിയാൻ വളരെ പ്രയാസപ്പെടുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വാട്സപ്പ് ഒരുപാട് നാളുകളായി വ്യാജ വാർത്തകളെ തിരിച്ചറിയാൻ വേണ്ടി പുതിയ പുതിയ ഫീച്ചറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും വളരെ ഫലവത്തായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവസാനമായി ഇറക്കിയ ഫോർവേഡിങ് ഓപ്ഷൻ, അതായത് ഒരു മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്താൽ 5ലധികം പ്രാവശ്യം ഫോർവേഡ് ചെയ്താൽ വാട്സപ്പ് അതിൻ്റെ വലതുഭാഗത്തായി ആ ഒരു മെസ്സേജിൻ്റെ ഭാഗത്ത് ഫോർവേഡ് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ആരാണ് ഫോർവേഡ് ചെയ്തതെന്നും അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വാട്സപ്പ് പുതിയ ബീറ്റ വെർഷനിൽ, അതായത് വാട്സപ്പിൻ്റെ പുതിയ ബീറ്റ വെർഷനിലാണ് വാട്സപ്പിൻ്റെ ഒറിജിനൽ വാട്സപ്പിലേക്ക് പിന്നീട് വരുന്നതായിരിക്കും. ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ ഫീച്ചർ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫോർവേഡ് മെസ്സേജുകൾ ലഭിക്കുകയാണെങ്കിൽ ആ ഫോർവേഡ് മെസ്സേജിൻ്റെ തൊട്ടടുത്ത് ഒരു സെർച്ചിൻ്റെ ചിഹ്നം കാണാൻ വേണ്ടി സാധിക്കും. ആ സെർച്ചിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് തൊടുകയാണെങ്കിൽ ഈ മെസ്സേജ്, നമുക്ക് കിട്ടിയ മെസ്സേജ് ഓട്ടോമാറ്റിക്കായി വെബിൽ സെർച്ച് ചെയ്യപ്പെടും. ഇതിൻ്റെ ഗുണമെന്തെന്ന് വെച്ചാൽ, ഈ മെസ്സേജ് ആരാണ് പോസ്റ്റ് ചെയ്തത്, എവിടെയാണ് ഇതിൻ്റെ ഉറവിടം എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾക്ക് ഫോർവേഡ് ചെയ്യപ്പെടുന്ന മെസ്സേജിനെ കുറിച്ച് മുമ്പ് എന്തെങ്കിലും റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഞാനൊരു ഉദാഹരണ സഹിതം കാണിക്കാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പ്രചരിച്ചിരുന്ന വാർത്ത ഇന്ന് എൻ്റെ വാട്സപ്പിലേക്ക് വരികയുണ്ടായി. അപ്പോൾ അതിനെ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് 2016 ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ഇത് ഫേക്കാണെന്ന് എഴുതുകയുണ്ടായി. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്ത സമയത്ത് ഇന്നാണത് മനസ്സിലായത് അത് ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന്. അപ്പോൾ അത്രത്തോളം നല്ല ഒരു അഡ്വാൻസ്ഡ് ആയ ഒരു ഫീച്ചറാണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ വാട്സപ്പ് ബീറ്റ വെർഷനിലേക്ക് മാറിയാൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ബീറ്റ വെർഷൻ കിട്ടാത്തവർക്ക് കുറച്ച് നാളുകൾ വെയിറ്റ് ചെയ്താൽ ഏകദേശം 1 മാസത്തിനകം തന്നെ വാട്സപ്പിൻ്റെ സാധാരണ വാട്സപ്പിലേക്ക് ഈ ഒരു ഫീച്ചർ ബിൽഡപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ ആ പുതിയൊരു ഫീച്ചറിലേക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഫീച്ചറിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പ് ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ഏതെങ്കിലും, അതായത് ഫോർവേഡായി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു മെസ്സേജ് നോക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇന്ന് രാത്രി 12:30 മുതൽ 3:30 വരെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക, സിംഗപ്പൂർ TV പുറത്തുവിട്ട വിവരമാണിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇത് ഒരുപാട് നാളുകളായി ഇത് വാട്സപ്പിലൂടെ പ്രചരിക്കാൻ വേണ്ടി. എല്ലാ ദിവസവും ഇന്ന് രാത്രിയാണ്. നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാം. ഇതിൻ്റെ വലതുഭാഗത്ത് ഇവിടെ ഒരു ഐക്കൺ കാണാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം. ഇവിടെ ഒരു സെർച്ച് ബാർ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വുഡ് യു ലൈക്ക് ടു സെർച്ച് ദിസ് ഓൺ ദി വെബ് എന്ന്, ദിസ് വിൽ അപ്ലോഡ് ദ മെസ്സേജ് ടു ഗൂഗിൾ എന്ന് കാണാം. അപ്പോൾ സെർച്ച് വെബ് എന്ന് അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഇത് സെർച്ച് ചെയ്യപ്പെടുന്നതായിരിക്കും നമ്മുടെ വെബിൽ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ സമയത്ത് കാണാം ഇതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ സെർച്ചിലെ മെസ്സേജുകൾ ഇവിടെ കാണാം. ഈ വാട്സപ്പ് തട്ടിപ്പിനെ സൂക്ഷിക്കുക എന്ന് keralaonlinenews.com എന്ന വെബ്സൈറ്റ് 11 ജൂലൈ 2016 ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതേപോലെ തന്നെ കോസ്മിക് കിരണങ്ങൾ പതിക്കുമെന്നുമെന്ന ഡൂൾ ന്യൂസ് എന്ന ന്യൂസ് പോർട്ടലും, അതേപോലെ മനോരമ ഓൺലൈന്, അതേപോലെ ഒരുപാട് ന്യൂസ് ഏജൻസികൾ ഇതിൻ്റെ ഫേക്കിനെ കുറിച്ച് മുമ്പ് എഴുതിയിരുന്നു. ഈ 2016 ഈ ഒരു ആർട്ടിക്കിൾ അവർ എഴുതിയിട്ടുള്ളത്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു വാർത്ത എത്രത്തോളമാണ് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ വ്യാജമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കാണാം, ഈ ഒരു മെസ്സേജ് ഇവരുടെ സൈറ്റിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ശരിയോ തെറ്റ് എന്തെന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ നമുക്ക് ഫോർവേഡ് ചെയ്യപ്പെടുന്നത് തൊട്ട് ഈ ഒരു ഫീച്ചറിലൂടെ തടയാൻ സാധിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. വാട്സപ്പ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫീച്ചർ പുറത്തിറക്കിയിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.